Dear students, today we are going to discuss about detour distance. നമുക്ക് detour എന്താണെന്ന് നോക്കാം. For any two vertices u and v in a connected graph G, the detour distance capital D of uv. അപ്പോൾ അതിൻ്റെ നൊട്ടേഷൻ ക്യാപിറ്റൽ ഡി ഓഫ് യു വി എന്നാണ്. നമുക്കറിയാം നോർമലി നമ്മൾ ഡിസ്റ്റൻസ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, സ്മോൾ ഡി ഓഫ് യു വി എന്നാണ്. ഇത് ഡീടൂർ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ഡി ഓഫ് യു വി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ലെങ്ത് ഓഫ് ലോങ്ങസ്റ്റ് യു വി പാത്ത് ഇൻ ജി. നമ്മൾ സാധാരണ എങ്ങനെയാണ് ഡിസ്റ്റൻസ് ഡിഫൈൻ ചെയ്യുക? യുവും വിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഷോർട്ടസ്റ്റ് യു വി പാത്ത് എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഈ ഡീടൂർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഓഫ് ലോങ്ങസ്റ്റ് യു വി പാത്ത്. യുവിൽ നിന്ന് വിയിലേക്കുള്ള ലോങ്ങസ്റ്റ് പാത്തിൻ്റെ ലെങ്ത് എത്രയാണോ അതായിരിക്കും ഡീടൂർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് വി. അപ്പോൾ ഈ ഡീടൂർ എന്താണെന്ന് നോക്കാം. എ യു വി പാത്ത് ഓഫ് ലെങ്ത് ക്യാപിറ്റൽ ഡി ഓഫ് യു വി ഈസ് കോൾഡ് എ യു വി ഡീടൂർ. അതായത് ആ ലോങ്ങസ്റ്റ് പാത്ത് ഉണ്ടല്ലോ, യു വി പാത്ത് ഓഫ് ലെങ്ത് ക്യാപിറ്റൽ ഡി ഓഫ് യു വി. ക്യാപിറ്റൽ ഡി ഓഫ് യു വി ലെങ്ത് ഉള്ള പാത്താണ് ലോങ്ങസ്റ്റ് പാത്ത്. ആ ലോങ്ങസ്റ്റ് യു വി പാത്തിനെ വിളിക്കുന്ന പേരാണ് യു വി ഡീടൂർ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, യു വി ജിയോഡസിക് എന്തായിരുന്നു? ഷോർട്ടസ്റ്റ് യു വി പാത്തിനെയാണ് ജിയോഡസിക് എന്ന് വിളിക്കുക, ലോങ്ങസ്റ്റ് യു വി പാത്തിനെയാണ് ഡീടൂർ എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ? നമുക്കൊരു തിയറത്തിലോട്ട് കടക്കാം. ദി ഡീടൂർ ഡിസ്റ്റൻസ് ഈസ് എ മെട്രിക്. അതായത് മെട്രിക്കിൻ്റെ കുറച്ച് ആക്സിയംസ് നമുക്കറിയാമല്ലോ. ആ ആക്സിയംസ് എല്ലാം ഡീടൂർ ഡിസ്റ്റൻസിനും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഡീടൂർ ഡിസ്റ്റൻസ് ഈസ് എ മെട്രിക് ഓൺ ദി വെർട്ടെക്സ് സെറ്റ് ഓഫ് എവരി കണക്റ്റഡ് ഗ്രാഫ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സെറ്റ്, മെട്രിക് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണല്ലോ. ഈ ഫംഗ്ഷൻ ഒരു സെറ്റിലായിരിക്കണം ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. അത് സെറ്റ് ഓഫ് വെർട്ടിസസ് ആണെന്നാണ് പറയുന്നത്. വെർട്ടക്സുകളുടെ സെറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് ഡീടൂർ ഡിസ്റ്റൻസ് ഒരു മെട്രിക് ആയിട്ട് ആക്ട് ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യണം? ഒരു കണക്റ്റഡ് ഗ്രാഫ് ജി എടുക്കുക. സോ ലെറ്റ് ജി ബി എ കണക്റ്റഡ് ഗ്രാഫ്. അപ്പം നമുക്കിതിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം? മെട്രിക്കിൻ്റെ എല്ലാ ആക്സിയംസും ക്യാപിറ്റൽ ഡിക്ക് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമുക്ക് 4 ആക്സിയംസ് ആണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ എന്താ? ഡി ഓഫ് യു വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഡി ഓഫ് യു വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ യു കോമ വി ബിലോങ്സ് ടു വെർട്ടെക്സ് സെറ്റ് ഓഫ് ജി. അതായത് ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് നോൺ നെഗറ്റീവ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഡി ഓഫ് യു വി ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് യു ഈക്വൽ ടു വി. ഇതും മെട്രിക്കിൻ്റെ ഡെഫിനിഷനിൽ വരുന്നതാണ്. ഡി ഓഫ് യു വി ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് യു ഈക്വൽ ടു വി. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഡി ഓഫ് യു വി ഈക്വൽ ടു ഡി ഓഫ് വി യു. അതായത് സിമെട്രിക് എന്നുള്ള ആ പ്രോപ്പർട്ടി. ഡി ഓഫ് യു വി ഈക്വൽ ടു ഡി ഓഫ് വി യു. അതായത് യുവിൽ നിന്ന് വിയിലേക്കുള്ള ഡീടൂർ ഡിസ്റ്റൻസ് തന്നെയാണ് തിരിച്ച് വിയിൽ നിന്ന് യുവിലേക്കും ഉള്ളത്. ലാസ്റ്റ് വൺ എന്താ? ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. ഈ 4 ആക്സിയംസും പ്രൂവ് ചെയ്യുമ്പോഴാണ് ക്യാപിറ്റൽ ഡി ഒരു മെട്രിക് ആവുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. നമുക്ക് ആദ്യം ട്രയാങ്കിൾ ഇനീക്വാലിറ്റി നോക്കാം. ഈ ആദ്യത്തെ 3 കണ്ടീഷനും ഓൾറെഡി നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രൂവ് ചെയ്യാനുണ്ടോ? ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾ നോക്കൂ. ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? നോൺ നെഗറ്റീവ് ആയിരിക്കത്തില്ല. ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല. ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്, വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ ഓട്ടോമാറ്റിക്കലി ഹോൾഡ് ചെയ്യും. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക. എപ്പോഴാണ് ഡിസ്റ്റൻസ് 0 ആവുക? യുവിൽ നിന്നും വിയിലേക്കുള്ള ലോങ്ങസ്റ്റ് പാത്തിൻ്റെ ലെങ്ത് എപ്പോഴാണ് 0 ആവുക? അവിടെ 0, ലോങ്ങസ്റ്റ് പാത്തിൻ്റെ ലെങ്ത് 0 എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാത്ത് ഇല്ല എന്നല്ല അതിൻ്റെ മീനിങ്. ദാറ്റ് മീൻസ് യുവും വിയും ഈക്വൽ ആണ്. തിരിച്ച് അതുപോലെ തന്നെ യുവും വിയും ഈക്വൽ ആണെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനും ട്രിവിയലി ഹോൾഡ് ചെയ്യും. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നോക്കൂ.
ലോങ്ങസ്റ്റ് യു വി പാത്ത് ഈസ് ഓൾസോ എ ലോങ്ങസ്റ്റ് വി യു പാത്ത്. യുവിൽ നിന്നും വിയിലേക്കുള്ള ലോങ്ങസ്റ്റ് പാത്ത് തന്നെ ആയിരിക്കും തിരിച്ച് വിയിൽ നിന്ന് യുവിലേക്കും ഉള്ള ലോങ്ങസ്റ്റ് പാത്ത്. അപ്പോൾ യുവിൽ നിന്ന് വിയിലേക്കുള്ള ഡീടൂർ ഡിസ്റ്റൻസ് തന്നെയാണ് തിരിച്ച് വിയിൽ നിന്ന് യുവിലേക്കും ഉള്ള ഡീടൂർ ഡിസ്റ്റൻസ്. അപ്പം മൂന്നാമത്തെ കണ്ടീഷനും ട്രിവിയലി ഹോൾഡ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ 3 കണ്ടീഷനും ഡീടൂറിൻ്റെ ഡെഫിനിഷൻ വെച്ച് തന്നെ ട്രിവിയലായിട്ട് ഹോൾഡ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ? ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി മാത്രമേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളൂ. അപ്പോൾ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ ഡി ഓഫ് യു വി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ഓഫ് യു ഡബ്ല്യു ആണ് ലെഫ്റ്റ് സൈഡിൽ. ക്യാപിറ്റൽ ഡി ഓഫ് യു ഡബ്ല്യു ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് യു വി പ്ലസ് ഡി ഓഫ് വി ഡബ്ല്യു ഫോർ എവരി യു വി ഡബ്ല്യു ബിലോങ്സ് ടു വെർട്ടെക്സ് സെറ്റ് ഓഫ് ജി. ഇത് ക്ലിയർ അല്ലേ? 3 വെർട്ടെക്സുകൾ നമ്മൾ എടുക്കുന്നു, യു, വി, ഡബ്ല്യു. നമുക്കൊരു ഫിഗർ പോലെ കാണിച്ചാൽ യു, വി, ഡബ്ല്യു, അപ്പോൾ ഇത് യു ആണെന്ന് വിചാരിക്കുക, ഇത് വി ആണെന്ന് വിചാരിക്കുക, ഇത് ഡബ്ല്യു ആണെന്നും വിചാരിക്കുക. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ഡബ്ല്യു ഡീടൂർ ഡിസ്റ്റൻസ് ആണ്. നമ്മളിവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡീടൂർ ഡിസ്റ്റൻസിനെയാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ഡബ്ല്യു ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു വി പ്ലസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വി ഡബ്ല്യു. നമുക്കത് ഫിഗർ നോക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. അപ്പോൾ അവിടെ തന്നെ നമുക്ക് പല കേസുകളായിട്ട് ചെയ്യണം. ആദ്യത്തെ കേസ്, ഈ 3 വെർട്ടെക്സുകൾ നമ്മൾ എടുത്തേക്കുന്നത് 3ഉം ഡിഫറൻ്റ് ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അതായത് ഇതിൽ 3ൽ ഏതെങ്കിലുമൊക്കെ ഈക്വൽ ആകാം. അതാണ് ഇവിടെ നമ്മൾ ആദ്യം പറയുന്ന കണ്ടീഷൻ. ഇഫ് യു ഈക്വൽ ടു വി ഓർ വി ഈക്വൽ ടു ഡബ്ല്യു ഓർ യു ഈക്വൽ ടു ഡബ്ല്യു, ഏതെങ്കിലും 2 ഈക്വൽ ആണെന്ന് വിചാരിക്കുക. ദെൻ ക്ലിയർലി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ഡബ്ല്യു ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു വി പ്ലസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വി ഡബ്ല്യു. എന്തുകൊണ്ടാണ്? നമുക്ക് ഈ 3 ഡിസ്റ്റൻസ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 വെർട്ടെക്സുകൾ ഈക്വൽ ആവുകയാണെങ്കിൽ തന്നെ ഇതിനകത്ത് എഴുതിയേക്കുന്ന ഏതെങ്കിലും 2 ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ 2 ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ അതിൽ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബാക്കി 2 സമ്മായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താ അസ്യൂം ചെയ്യേണ്ടത്? യു, വി, ഡബ്ല്യു ഇതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഇത് 3ഉം വ്യത്യസ്തമായിട്ടുള്ള വെർട്ടിസസ് ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് പി ബി എ യു ഡബ്ല്യു ഡീടൂർ ഇൻ ജി. അതായത് യുവിൽ നിന്നും ഡബ്ല്യുവിലേക്കുള്ള ലോങ്ങസ്റ്റ് പാത്താണ് പി. ഡീടൂർ എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് പാത്താണല്ലോ. ലെറ്റ് പി ബി എ യു ഡബ്ല്യു ഡീടൂർ ഇൻ ജി. അപ്പം ഈ ഡീടൂറിൻ്റെ ലെങ്ത് ആണല്ലോ നമ്മുടെ ഡീടൂർ ഡിസ്റ്റൻസ്. അപ്പം അതിൻ്റെ ഓഫ് ലെങ്ത് കെ എന്ന് വിചാരിക്കുക. ഓഫ് ലെങ്ത് ക്യാപിറ്റൽ ഡി ഓഫ് യു ഡബ്ല്യു. അപ്പോൾ ഇതിൻ്റെ പിയുടെ ലെങ്ത് എന്ത് വരും? പിയുടെ ലെങ്ത് ആണ് ആക്ച്വലി ഡീടൂർ ഡിസ്റ്റൻസ്. അപ്പം അതായത് ക്യാപിറ്റൽ ഡി ഓഫ് യു ഡബ്ല്യു ആണ് പിയുടെ ലെങ്ത്, വിച്ച് ഈസ് ഈക്വൽ ടു കെ. നമ്മളിവിടെ 2 കേസായിട്ടാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് കേസ്, ഇപ്പം നമ്മൾ പി എന്ന് പറഞ്ഞ് എടുത്തേക്കുന്നത് എന്താണ്? യുവിൽ നിന്നും ഡബ്ല്യുവിലേക്കുള്ള ഡീടൂർ, അതായത് യുവിൽ നിന്നും ഡബ്ല്യുവിലേക്കുള്ള ലോങ്ങസ്റ്റ് പാത്ത്. ഇനി നമ്മുടെ മൂന്നാമതുള്ള വെർട്ടെക്സ് ഉണ്ടല്ലോ വി, ആ വെർട്ടെക്സ് ഈ പാത്തിനകത്ത് കിടക്കുവാണെന്ന് വിചാരിക്കുക. അതായത് കേസ് 1, ഇഫ് വി ബിലോങ്സ് ടു ക്യാപിറ്റൽ പി. അങ്ങനെയാണെങ്കിൽ ലെറ്റ് P1 ബി ദി യു വി സബ് പാത്ത് ഓഫ് പി. അതായത് ഈ ഫിഗർ നോക്കൂ, ഇവിടെ കൊടുത്തേക്കുന്ന ഫിഗർ നോക്കൂ. യു മുതൽ ഡബ്ല്യു വരെയുള്ള പാത്താണ് പി. ആ പി എന്ന് പറയുന്ന പാത്തിനകത്ത് കിടക്കുന്ന ഒരു വെർട്ടെക്സ് ആണ് വി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പാത്തിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ? യു മുതൽ വി വരെയുള്ള ഒരു ഭാഗം, അതിനെ എന്ത് വിളിച്ചു? P1 എന്ന് വിളിച്ചു. ഇനി പി മുതൽ ഡബ്ല്യു വരെയുള്ള മറ്റൊരു ഭാഗം, അതിനെന്ത് വിളിക്കണം? P2 എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ P1 ബി ദി യു വി സബ് പാത്ത്, അതുപോലെ P2 ബി ദി വി
W സബ് പാത്ത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ലെങ്ത് നമ്മൾ അസ്യൂം ചെയ്യാൻ പോവുകയാണ്. ഈ U മുതൽ V വരെയുള്ള സബ് പാത്തിൻ്റെ ലെങ്ത് S ആണെന്ന് വിചാരിക്കുക. V മുതൽ W വരെയുള്ള ഭാഗത്തിൻ്റെ ലെങ്ത് T ആണെന്നും വിചാരിക്കുക. ഓക്കെ, അപ്പം നമുക്കറിയാം ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് K എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്. ആ K ലെങ്തുള്ള പാത്തിനെ നമ്മൾ രണ്ടായിട്ട് മുറിച്ചു. അതിൽ ഒരു കഷ്ണത്തിൻ്റെ നീളം S ആണ്, മറ്റേ കഷ്ണത്തിൻ്റെ നീളം T ആണ്. ഓക്കെ, അപ്പോൾ എസും ടിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടും. ആ ടോട്ടൽ ലെങ്ത് എത്രയാണ്? K ആണ്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ദെയർഫോർ D2 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ U ആൻഡ് W ഈക്വൽ ടു K വിച്ച് ഈസ് ഈക്വൽ ടു S പ്ലസ് T വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഈ S എന്ന് പറഞ്ഞാൽ എന്താണ്? U മുതൽ V വരെയുള്ള ഏതോ ഒരു പാത്തിൻ്റെ ലെങ്താണ്. ശരിയല്ലേ? അത് U മുതൽ V വരെയുള്ള ലോങ്ങസ്റ്റ് പാത്ത് ആവണം എന്നില്ല. അപ്പം ലോങ്ങസ്റ്റ് പാത്തിൻ്റെ ലെങ്ത് ആയിരിക്കില്ലേ ഈ ഏതോ ഒരു പാത്തിൻ്റെ ലെങ്തിനേക്കാളും കൂടുതൽ. സോ എസ്സിന് പകരം നമുക്ക് എന്തെഴുതാം? എസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് യു വി, അതുപോലെ ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് വി ഡബ്ല്യു. അപ്പോൾ എസ് പ്ലസ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് ഈ സമ്മായിട്ട് എഴുതാം. സോ നമുക്ക് എന്ത് കിട്ടി? ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നു എന്ന് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ കേസും പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ കേസിൽ എന്താ വേണ്ടത്? വി ഡസ് നോട്ട് ബിലോങ്സ് ടു പി എന്ന് വിചാരിക്കുക. അതായത് പി എന്ന് പറയുന്ന പാത്തിൽ വരുന്ന വെർട്ടെക്സ് അല്ല വി എന്ന് വിചാരിക്കുക. നമുക്കറിയാം ജി എന്ന് പറയുന്ന കണക്റ്റഡ് ഗ്രാഫാണ്. അതുകൊണ്ട് തന്നെ ദെയർ എക്സിസ്റ്റ് എ പാത്ത് ജോയിനിങ് വി ആൻഡ് പി. അതായത് നമ്മളിപ്പോൾ എന്താണ് അസ്യൂം ചെയ്തേക്കുന്നത്? പി എന്ന് പറയുന്ന പാത്തിൽ ഇല്ലാത്ത പോയിൻ്റാണ് വി. അപ്പോൾ ഈ വിയിൽ നിന്നും പിയിലേക്ക് പക്ഷേ ഒരു കണക്ഷൻ ഉണ്ടാകും, കാരണം ഗ്രാഫ് കണക്റ്റഡാണ്. അതായത് വിയിൽ നിന്നും പാത്ത് പിയിലേക്ക് ഒരു പാത്ത് ഉണ്ടാകും. ആ പാത്തിനെ ലെറ്റ് ക്യൂ ബി എ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം വി ടു പി. അതായത് വി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും പി എന്ന് പറയുന്ന പാത്തിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്താണ് ക്യൂ. ഷോർട്ടസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ D2ൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് എല്ലാ പാത്തുകളും ലോങ്ങസ്റ്റ് ആയിട്ട് എടുക്കുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും പി എന്ന് പറയുന്ന പാത്തിലേക്കുള്ള, അപ്പോൾ ആ പാത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സിലോട്ടായിരിക്കും ഈ പുതിയ പാത്ത് ക്യൂ വരുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾ ആ ഫിഗർ ഒന്ന് നോക്കൂ. ഇപ്പോൾ ഇതാണ് നമ്മുടെ പാത്ത് പി എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ വെർട്ടെക്സ് വി എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ വെർട്ടെക്സ് വി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ നിന്നും ജസ്റ്റ് ഈ പാത്തിലേക്കുള്ള ഒരു അടുത്തൊരു പാത്താണ് നമ്മുടെ ക്യൂ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പാത്ത് പിയും പാത്ത് ക്യൂവും കോൺസെൻട്രേറ്റ് ചെയ്യാം. പാത്ത് പി എന്തായിരുന്നു അറിയാമല്ലോ? യുവിൽ നിന്നും ഡബ്ല്യുവിലേക്കുള്ള ലോങ്ങസ്റ്റ് പാത്തായിരുന്നു. ക്യൂ എന്തായിരുന്നു? വി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്നും പി എന്ന് പറയുന്ന പാത്തിലേക്കുള്ള പാത്തായിരുന്നു ക്യൂ. അപ്പോൾ ഈ ഫിഗർ നോക്കൂ. ഇതിനകത്ത് നമ്മുടെ ഈ രണ്ട് പാത്തുകളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് പി എന്ന് പറയുന്ന പാത്തും ക്യൂ എന്ന് പറയുന്ന പാത്തും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്, ഒരു വെർട്ടെക്സ് ഉണ്ട്. അതിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുക. താഴത്തെ ഫിഗറിൽ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന വെർട്ടെക്സ് എന്താണ്? കോമൺ ഫോർ പി ആൻഡ് ക്യൂ. ഈ രണ്ട് പാത്തുകളും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന വെർട്ടെക്സ് ആണ് എക്സ്. സപ്പോസ് ആർ ബി ദി ലെങ്ത് ഓഫ് ക്യൂ. അതായത് ക്യൂ എന്ന് പറയുന്ന പാത്തിൻ്റെ ലെങ്ത് 6 ആണെന്ന് വിചാരിക്കുക. ലെറ്റ് പി ഡാഷ് ബി ദി യു എക്സ് സബ് പാത്ത് ഓഫ് പി. നമ്മൾ നേരത്തെ ഒരു സബ് പാത്ത് ഡിവൈഡ് ചെയ്തില്ലേ, അതുപോലെ ഇവിടെ വീണ്ടും നമ്മൾ എക്സിൽ വെച്ചിട്ടാണ് പാത്ത് പി ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ നമ്മൾ വെർട്ടെക്സ് വിയുടെ അവിടെ വെച്ചിട്ട് ആ പാത്ത് പി രണ്ടായിട്ട് ഭാഗിച്ചില്ലേ, ഇവിടെ അതുപോലെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ കോമൺ വെർട്ടെക്സ് എക്സിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മുടെ ഈ പാത്ത് പി നമ്മൾ രണ്ടായിട്ട് വിഭജിക്കുന്നു. അപ്പം യു മുതൽ എക്സ് വരെയുള്ള പോർഷനെ പി ഡാഷ് എന്ന് വിളിക്കുക. പിന്നെ എക്സ് മുതൽ ഡബ്ല്യു വരെയുള്ള പോർഷനെ പി ഡബിൾ ഡാഷ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം അതിൻ്റെ ലെങ്തും കൂടെ നമ്മളിവിടെ ജസ്റ്റ് അസ്യൂം ചെയ്യുവാണ്. പി ഡാഷിൻ്റെ ലെങ്ത് എ എന്ന് അസ്യൂം ചെയ്യുക. ലെങ്ത് ഓഫ് പി ഡാഷ് ഈക്വൽ ടു എ. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് പി ഡബിൾ ഡാഷ് ഈക്വൽ ടു ബി. ഇനി ആർ എന്ന് പറയുന്നത് പാത്തിൻ്റെ ലെങ്ത് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആർ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഒരു ലെങ്ത് ഉണ്ടല്ലോ, അങ്ങനെ ഒരു പാത്ത് ഉണ്ടല്ലോ, അതുകൊണ്ട് 0 അല്ല, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 തന്നെ ആയിരിക്കും.
ഇനി നമുക്ക് വീണ്ടും ആ ഡി ഓഫ് യു ഡബ്ല്യുവിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഡി ഓഫ് യു ഡബ്ല്യു എന്തായിരുന്നു? ക്യാപിറ്റൽ കെ, സ്മോൾ ലെറ്റർ കെ ആയിരുന്നു. ഈ സ്മോൾ ലെറ്റർ കെയിന് നമ്മൾ രണ്ടായിട്ട് വിഭജിച്ചു, എ എന്നും ബി എന്നും വിഭജിച്ചു. അപ്പോൾ കെ ഈക്വൽ ടു സം ഓഫ് എ ആൻഡ് ബി ആണല്ലോ. അപ്പോൾ കെ ഈക്വൽ ടു എ പ്ലസ് ബി വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയുടെ കൂടെ 6 ആഡ് ചെയ്യുക, ബിയുടെ കൂടെയും 6 ആഡ് ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡ് വലുതായില്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്കപ്പോൾ എഴുതാൻ പറ്റും എ പ്ലസ് ആർ പ്ലസ് ബി പ്ലസ് ആർ. ഓക്കെ, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ്, നോക്കൂ ഈ യു എന്ന് പറയുന്ന ആ പോയിന്റ് മുതൽ നമ്മുടെ ക്യൂ എന്ന് പറയുന്ന പാത്തിലൂടെ വിയിലേക്ക് എത്തുക. അപ്പോൾ നമുക്കൊരു യു വി പാത്ത് കിട്ടിയില്ലേ? ഈ യു വി പാത്തിൻ്റെ ലെങ്ത് എത്രയാണ്? ഈ പി ഡാഷിൻ്റെ ലെങ്തും ഈ ക്യൂവിൻ്റെ ലെങ്തും കൂടെ ആഡ് ചെയ്യുക, അതായത് എ പ്ലസ് ആർ അല്ലേ. അതുപോലെ തിരിച്ച് ഡബ്ല്യു മുതൽ ഇങ്ങനെ വരുന്ന ഈ പാത്ത്, അതിൻ്റെ ലെങ്തും എത്രയാണ്? ബി പ്ലസ് ആർ ആണ്. അപ്പോൾ ഈ രണ്ട് പാത്തും എങ്ങനത്തെ പാത്തുകളാണ്? യു മുതൽ വി വരെയുള്ള പാത്താണ് ആദ്യത്തേത്. അതായത് അത് യു മുതൽ വി വരെയുള്ള ഏതോ ഒരു പാത്താണ്, ലോങ്ങസ്റ്റ് പാത്ത് ആവണം എന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ഓഫ് യു വി എന്ന് എഴുതാം. ലോങ്ങസ്റ്റ് പാത്തിൻ്റെ ലെങ്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ ബി പ്ലസ് ആറിന് വരെ നമുക്ക് എന്ത് എഴുതാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ഓഫ് വി കോമ ഡബ്ല്യു എന്ന് എഴുതാം. അതായത് ബി പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ വി മുതൽ ഡബ്ല്യു വരെയുള്ള ഏതോ ഒരു പാത്തിൻ്റെ ലെങ്താണ്. അപ്പോൾ അതിന് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോങ്ങസ്റ്റ് പാത്തിൻ്റെ ലെങ്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോഴും നമുക്ക് എന്താ കിട്ടിയത്? ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നു എന്ന് കിട്ടി. ക്യാപിറ്റൽ ഡി ഓഫ് യു ഡബ്ല്യു ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ഓഫ് യു വി പ്ലസ് ക്യാപിറ്റൽ ഡി ഓഫ് വി ഡബ്ല്യു. ക്ലിയർ അല്ലേ? ഇവിടെ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, എല്ലാ ആർഗ്യുമെൻറ്റ്സും എഴുതിയിട്ടുണ്ട്. റീസൺ ബ്രാക്കറ്റിൽ എന്താ എഴുതിയേക്കുന്നത്? പി ഡാഷ് യൂണിയൻ ക്യൂ. പി ഡാഷ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ആ യു മുതൽ എക്സ് വരെയുള്ള ഭാഗം. അപ്പോൾ പി ഡാഷ് യൂണിയൻ ക്യൂ ഈസ് എ യു വി പാത്ത് ഓഫ് ലെങ്ത് എ പ്ലസ് ആർ ആൻഡ് പി ഡബിൾ ഡാഷ് യൂണിയൻ ക്യൂ ഈസ് എ വി ഡബ്ല്യു പാത്ത് ഓഫ് ലെങ്ത് ബി പ്ലസ് ആർ. ഇത് രണ്ടും ഏതോ ആർബിട്രറി പാത്തുകളാണ്. അപ്പോൾ അത് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോങ്ങസ്റ്റ് പാത്തിൻ്റെ ലെങ്ത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇപ്പം നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എല്ലാ കേസിലും ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയാം. സോ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഡീടൂർ ഡിസ്റ്റൻസ് ഒരു മെട്രിക് ആണെന്ന് പറയാം. ഓക്കെ.